കാസർകോട്ടെ ബേക്കലിലെ ഗ്രീൻവുഡ്സ് പബ്ലിക് സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഡോക്ടർ ഇക്ബാൽ കുറ്റിപ്പുറം. കഴിഞ്ഞ 25 വർഷമായി ഹോമിയോ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. അതിനു പുറമെ ചില സിനിമകൾക്ക് തിരക്കഥയും എഴുതിയിട്ടുണ്ടെന്ന് നിങ്ങളിൽ പലർക്കും അറിയാം. ഈ പ്രോഗ്രാമിനായി എന്നെ ക്ഷണിച്ച എൻ്റെ സുഹൃത്ത്, നമ്മുടെ പ്രവാസികളുടെയൊക്കെ നേതാവ് സലീം പൊന്നമ്പത്തിന് ആദ്യമായി നന്ദി പറയുന്നു. നമ്മൾ ആരോഗ്യത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ തുടങ്ങിയത് 5-8 മാസമായിട്ടുള്ള ഈ ഒരു സിറ്റുവേഷൻ്റെ ശേഷമാണ്. കോവിഡ്-19 ലോകം മുഴുവൻ നമ്മളെ ഭരിക്കുകയും ഭയപ്പെടുത്തുകയും നമ്മളെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ഈ അവസ്ഥയിലാണ് നമ്മൾ ആരോഗ്യത്തെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. എന്താണ് ആരോഗ്യം? ശാരീരികവും മാനസികവും വൈകാരികവുമായ ഒരു വെൽബീയിങ് ആണ്, ഒരു സ്റ്റേറ്റ് ഓഫ് വെൽബീയിങ് ആണ് പൊതുവെ പ്രസിദ്ധമായിട്ടുള്ള ആരോഗ്യത്തിൻ്റെ ഒരു ഡെഫിനിഷൻ. നമുക്കറിയാം, ഫിസിക്കൽ ഹെൽത്തിനെ പറ്റി അറിയാം, മെൻ്റൽ ഹെൽത്തിനെ പറ്റി നമുക്കറിയാം. പക്ഷേ നമ്മൾ അത്ര ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു ഹെൽത്താണ് ഇമോഷണൽ ഹെൽത്ത്. ആ ഇമോഷണൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് സത്യത്തിൽ നമ്മുടെ ടോട്ടൽ ഹെൽത്തിനെ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രധാന ഘടകം. കാരണം നമ്മൾ മനുഷ്യരൊരു ഡൈനാമിക് ഓർഗാനിസമാണ്. ഈ മനസ്സും ശരീരവും വികാരങ്ങളും ചിന്തകളും ഒക്കെ അടങ്ങിയ ഒരു യൂണിറ്റിനെയാണ് നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ മറ്റു മൃഗങ്ങളിൽ നിന്ന് നമ്മളെ വേർതിരിക്കുന്ന ഒരു പ്രധാന ഘടകം. നമ്മൾ എന്ത് ചെയ്യുന്ന പ്രവൃത്തിക്കും നമ്മുടെ മനസ്സിൻ്റെ കൺട്രോളുണ്ട്. അപ്പോൾ പിന്നെ അസുഖത്തിൽ മാത്രം ആ കൺട്രോൾ എങ്ങനെ വരാതിരിക്കും? നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് മനസ്സറിയാതെ ശരീരത്തിൽ ഒന്നും സംഭവിക്കില്ല. അതാണ് പുതിയ ഒരു ശാസ്ത്രം, ഒരു ചിന്ത, ഒരു ശാസ്ത്രീയമായ ഒരു ചിന്തയാണത്. അതിപ്പോഴും അണ്ടർ ഡിസ്കഷനാണ്. അതിനെപ്പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് ചില ആളുകൾക്ക് മാത്രം അസുഖം വരുന്നു? എന്താണ് ഇമ്മ്യൂണിറ്റിയെ അല്ലെങ്കിൽ പ്രതിരോധ ശക്തിയെ നിയന്ത്രിക്കുന്ന ഒരു സിംഗിൾ ആയിട്ടുള്ള ഫാക്ടർ എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ് നമുക്ക് ആൻസർ ആയിട്ടുള്ളത്? പോഷകങ്ങളുടെയും വിറ്റാമിനുകളുടെയും കുറവ് കൊണ്ടാണ് അസുഖം വരുന്നത് എന്ന് ഒരു വാദം നമുക്ക് ഈയിടെ ഈ കാലത്ത് വന്നിട്ടുള്ള ചർച്ചയിൽ പ്രധാനമായിട്ട് വന്നിട്ടുള്ള ഒരു ചർച്ചയാണത്. പോഷകാഹാരങ്ങളുടെ കുറവാണ് അല്ലെങ്കിൽ നല്ല ഭക്ഷണങ്ങളുടെ കുറവാണ് അസുഖം ഉണ്ടാക്കുന്നത് എന്നുള്ളത്. പക്ഷെ നമ്മൾ കേരളത്തിൽ നല്ല ഭക്ഷണം കഴിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ജനതകളിലൊന്നാണ് നമ്മൾ കേരളത്തിലെ ജനത. അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിലെ ലോകത്ത് മറ്റ് ദരിദ്ര രാഷ്ട്രങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരെ അപേക്ഷിച്ച് നമുക്കതിന് കൂടുതൽ ബ്ലെസ്ഡ് ആണ്. ആഫ്രിക്കയിൽ ഒക്കെ ജീവിക്കുന്ന മനുഷ്യർക്കും കുട്ടികൾക്കും താരതമ്യേന അസുഖം കുറവാണ്. അവരുടെ ചിത്രം തന്നെ നമ്മൾ ഓർക്കുമ്പോൾ ശരീരത്തിൽ ഒരു തരി ഫാറ്റ് പോലും ഇല്ലാത്ത ഒരവസ്ഥയാണുള്ളത്. ഒരു തരത്തിലുള്ള പോഷകാഹാരവും ആഹാരം തന്നെ കിട്ടുന്നില്ല, എന്നല്ലേ പോഷകാഹാരം. അങ്ങനെ ഉള്ള ആളുകളുടെ ഇടയിൽ എന്തുകൊണ്ട് അസുഖം വരുന്നില്ല? വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഒക്കെ കുറവുകൊണ്ട് അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ഡെഫിഷ്യൻസി ഡിസീസാണ് വരുന്നത്. അത് ജനറൽ ഹെൽത്തിലേക്ക് ഇൻഡയറക്റ്റ്ലി മാത്രമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പിന്നെന്താണ്? എൻ്റെയൊക്കെ ക്ലിനിക്കിൽ ആളുകൾ വന്നിട്ട് പറയും, തുമ്മൽ ഉണ്ട്, അത് പൊടിയുടെ അലർജിയാണ് ഡോക്ടറെ എന്ന് പറയും. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, സിമൻറ്റ് ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ എന്താ തുമ്മാത്തത്? കൺസ്ട്രക്ഷൻ ജോലി ചെയ്യുന്ന ആളുകൾ എന്താ തുമ്മാത്തത്? തീർച്ചയായും ജോലി ചെയ്യുന്ന ആളുകൾ എന്താ തുമ്മാത്തത്? അപ്പോൾ നമുക്ക് പറയാം, അത് അവരുടെ ശീലത്തിനേക്കാളും ഉപരിയായിട്ട് അവർ അതിനെ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നു,
അവരുടെ ടോളറൻസ് ലെവൽ എങ്ങനെയാണ്, മാനസികമായ അക്സെപ്റ്റൻസ് എങ്ങനെയാണ് എന്നാണ് അതിന് പ്രധാനമായിട്ടുള്ള ഒരു ആൻസർ, കുറച്ചും കൂടി ലോജിക്കലായിട്ടുള്ളൊരു ആൻസർ. അപ്പോൾ അതുപോലെ അവിടെയും നമുക്ക് സംഭവിക്കുന്നത് വൈകാരികമായ ഒരു ഘടകം തന്നെയാണ് അതിനെ നിർവചിക്കുന്നത്. ഇപ്പോൾ പല അമ്മമാരും കുട്ടികളോട് പറയും മഴ കൊണ്ടാൽ അസുഖം വരും. ആ ഒരു ഫിയറോട് കൂടി പോയി മഴ കൊണ്ടാൽ കുട്ടികൾക്ക് അസുഖം വരികയും ചെയ്യും. പനിയും കോൾഡും ജലദോഷമൊക്കെ വന്നേക്കാം. പക്ഷെ ഡെയിലി നമ്മൾ ഷവറിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് മഴ കൊള്ളുന്നുണ്ട്. അതാരും ശ്രദ്ധിക്കുന്നില്ല. അത് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു മഴയാണ്. അത് നമ്മൾ ആ ഷവറിനെ സ്വീകരിക്കുന്നത് വേറൊരു രീതിയിലാണ്. നമ്മുടെ അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് അത് വേറെ രീതിയിലായതുകൊണ്ടാണ് അത് നമുക്ക് മഴയുടെ മഴ ഒരു കാരണമാകാവുന്നത് ആകാതെ വരുന്നത്. അതായത് അസുഖത്തിന് കാരണമാകാതെ വരാൻ കാരണം നമ്മളത് സ്വീകരിക്കുന്ന രീതിയാണ്. അതേപോലെ തന്നെയാണ് എല്ലാ അസുഖങ്ങളെയും നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ അത് ഒറിജിൻ ചെയ്യുന്നത് നെഗറ്റീവായിട്ടുള്ള കുറേ ഇമോഷൻസ് കൊണ്ടാണ്. ഭയം അതിൽ പ്രധാന ഒരു ഇമോഷനാണ്. നിരാശ, ഭയം, ജലസ് അല്ലെങ്കിൽ മത്സരങ്ങൾ, വർക്ക് സ്ട്രെസ്, അനാവശ്യമായ കുറേ ടെൻഷനുകൾ, ഇതൊക്കെ നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്നുണ്ട്. അത് സത്യമാണ്. അപ്പോൾ കോവിഡിൻ്റെ കാര്യത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കോവിഡ് വന്ന ആ തുടക്കകാലം മുതൽ തന്നെ മാധ്യമങ്ങൾ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് ഭയം നിറഞ്ഞ വാർത്തകളാണ്. നമ്മളാണെങ്കിൽ അത് ഇരു കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇതിനു മുമ്പും പല ഫ്ലൂകളും നമുക്ക് വന്നിട്ടുണ്ട്. അത് കോംപ്ലിക്കേറ്റഡ് ആവുകയാണെങ്കിൽ മരണം സംഭവിക്കാറുണ്ട്. അത് കോംപ്ലിക്കേറ്റഡ് ആവുന്നതിൻ്റെ പ്രധാന ഘടകം നമ്മൾ എങ്ങനെയാണ് ഇതിനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾ വളരെ പാനിക്കായിട്ട് ഈ അസുഖത്തിനെ സ്വീകരിച്ചാൽ നമ്മുടെ ഇമോഷണൽ ഹെൽത്ത് താഴെ പോകും. നമ്മുടെ ഇമോഷണൽ ഹെൽത്ത് താഴെ പോകുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി താഴെ പോകും. അപ്പോൾ ബാക്ടീരിയയും വൈറസും ഒക്കെ നമ്മുടെ ദേഹത്ത് കയറി മേയും. അതാണ് പലപ്പോഴും ഈ കോവിഡിൻ്റെ കാര്യത്തിൽ നടക്കുന്ന കോംപ്ലിക്കേഷൻസിന് കാരണം. ന്യൂമോണിയ ഉണ്ടാകാനും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാനും സെർബ്രൽ ഹെമറേജ് ഉണ്ടാക്കാനും ഒക്കെ കാരണം ഈ നമ്മുടെ ഉള്ളിലെ ആ ഇമോഷണൽ ഹെൽത്ത് തകർന്നു പോവുകയും അവിടെ ഭയം നമ്മളെ ഭരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോണത്. നമ്മൾ ഗവൺമെൻറ്റും ആരോഗ്യ പ്രവർത്തകരും നിർദ്ദേശിച്ച പോലെ ചില ശുചിത്വ നിയമങ്ങൾ, ചില സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ചെയ്യണം. കാരണം ഈ ഇമോഷണൽ ഹെൽത്ത് ഒന്നും ഡിഫൈനബിൾ അല്ല, അല്ലെങ്കിൽ മെഷറബിൾ അല്ല, അല്ലെങ്കിൽ പ്രെഡിക്റ്റബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ അതിനെ നിരാകരിക്കേണ്ട കാര്യമില്ല. നമ്മൾ മാസ്ക് ധരിക്കണം, നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് വേണം, പേഴ്സണൽ ഹൈജീൻ വേണം. ഇതൊക്കെ നമ്മൾ നിയന്ത്രിച്ച് കൊണ്ടുപോവുകയും ഇനി അഥവാ നമുക്ക് ഈ കോവിഡ് എന്ന അസുഖം വന്നാൽ നമ്മളതിനെ സമചിത്തതയോടുകൂടി സംയമനത്തോടുകൂടി നേരിട്ട് അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അതങ്ങ് ഒഴിഞ്ഞു പോകും. കാരണം എല്ലാ അസുഖങ്ങളും മാറ്റുന്നത് നമ്മുടെ ശരീരം തന്നെയാണ്. വളരെ അപൂർവമായ സന്ദർഭത്തിൽ മാത്രം ചിലർക്ക് മാത്രമേയാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ തന്നെ ആവശ്യമുള്ളൂ. കാരണം ബോഡിയിൽ ഡിഫെൻസീവ് മെക്കാനിസവും ഹീലിംഗ് മെക്കാനിസവും ഒക്കെ വളരെ സ്ട്രോങ് ആണ്. നമുക്കൊരു ചെറിയ മുറിവ് പറ്റിയാൽ ആരുടെയും ഒരു മരുന്നിൻ്റെയും സഹായമില്ലാതെ അത് മാറുന്നത് പോലെ തന്നെ എല്ലാ അസുഖങ്ങളും റിവേഴ്സിബിൾ ടിഷ്യൂ ചേഞ്ചസ് എല്ലാം ഓട്ടോക്യൂറബിൾ ആണ്. അപ്പോൾ ഞങ്ങളുടെ മെഡിസിനൊക്കെ ചെയ്യുന്നത് ആ ക്യൂറേറ്റീവ് പവറിനെ എൻഹാൻസ് ചെയ്യുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത്രേ ആവശ്യമുള്ളൂ. രോഗത്തിൻ്റെ കാര്യത്തിൽ മരുന്നിൻ്റെ ഇടപെടലുകൾ അത്രേ ആവശ്യമുള്ളൂ. അത് അമിതമായിട്ട് മരുന്നുകളുടെ ഇടപെടലുകൾ ഉണ്ടാകുമ്പോഴും പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ 2-3 കാര്യങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കാനുണ്ട് ഈ കോവിഡിനോട് ബന്ധപ്പെട്ടിട്ട്. ഒന്നാമത് ഭയം കൊണ്ട് നമ്മളത് നമ്മളിലേക്ക് വരുത്താതിരിക്കുക. കാരണം നമ്മൾ സസെപ്റ്റബിൾ ആവും. നമ്മൾ ഭയം കൊണ്ട് ഇത് വരുമോ എന്നുള്ള പേടി കൊണ്ട് നമ്മൾ അമിതമായ ഉത്കണ്ഠ ഉണ്ടാകുമ്പോൾ വി ആർ റെഡി ടു റിസീവ് ഇറ്റ്. അത് പാടില്ല. അഥവാ ഇത് ചിലപ്പോൾ മിക്കവാറും ആളുകൾക്ക് എല്ലാവർക്കും ഇത് വന്നു പോകാനുള്ള സാധ്യതയുണ്ട്.
അത് വരുമ്പോൾ തന്നെ പാനിക്കാവാതെ ഇതിനെ സമചിത്തതയോട് കൂടിയിട്ട് സംയമനത്തോട് കൂടിയിട്ട് അതിനെ പോകാൻ അനുവദിക്കുക. അത്രേ ആവശ്യമുള്ളൂ. ഈ ഒരു ഫിലോസഫി ഭയത്തിൻ്റെ മാത്രം അല്ലെങ്കിൽ കോവിഡിൻ്റെ മാത്രം ഒരു പ്രശ്നമായിട്ടല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഇമോഷണൽ ഹെൽത്താണ് നമ്മുടെ ഹെൽത്തിനെ ഡിഫൈൻ ചെയ്യുന്നത്. നമുക്ക് അസുഖം വരാതിരിക്കാൻ നമ്മൾ ആരോഗ്യമുള്ള മനസ്സ് കീപ്പ് ചെയ്യുകയാണ് പ്രാഥമികമായിട്ട് വേണ്ടത്. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള, മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് വെക്കുക. പിന്നെ അനാവശ്യമായ ഭയം ഉണ്ടാവാതിരിക്കുക. അനാവശ്യമായ മത്സരങ്ങളും ഈഗോയും ജലസും ടെൻഷനും ഇതൊക്കെ ഒഴിവാക്കുക. ഡിസപ്പോയിൻമെൻറ്റ് ഇതൊന്നും ആവശ്യമില്ല. നമ്മുടെ കർമ്മത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ആ കർമ്മം നമുക്കും നമ്മുടെ സമൂഹത്തിനും ചുറ്റുമുള്ള ആളുകൾക്കും എത്രത്തോളം ഉപകാരപ്രദമാവുമോ എന്ന് നോക്കുക. മറ്റുള്ള ഗോസിപ്പുകളിലും അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള തർക്കങ്ങളിലും ഒന്നും ഇടപെടാതെ നമ്മുടെ ഇമോഷണൽ ഹെൽത്ത് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ആരോഗ്യത്തിന് നമുക്ക് ചെയ്യാനുള്ള കർമ്മം അല്ലെങ്കിൽ നമ്മുടെ ദൗത്യം. തീർച്ചയായും നമ്മൾ ന്യൂട്രീഷണൽ ഫാക്ടേഴ്സൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഘടകം തന്നെയാണ്. നമുക്ക് ന്യൂട്രീഷണൽ ഫാക്ടേഴ്സൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുള്ള ജനതയാണ്. നമുക്ക് നമ്മുടെ ഭക്ഷണശീലങ്ങളൊന്നും മോശമല്ല. നമ്മുടെ കേരളീയ ഭക്ഷണങ്ങളാണെങ്കിലും അതിലൊക്കെ ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് അടങ്ങിയാണ്. സാമ്പാറും അവിയലും ഒക്കെ കഴിച്ചാൽ, മീനും മറ്റുള്ള എല്ലാ ഭക്ഷണവും കഴിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ട്. നമ്മൾ പട്ടിണി കിടക്കുന്ന ഒരു സമൂഹമൊന്നുമല്ല ഭൂരിഭാഗം ജനങ്ങളും. കുറച്ച് ആളുകൾക്ക് മാത്രമേ അതിന് ഭാഗ്യമില്ലാതെ വന്നിട്ടുള്ളൂ. അവരെയും നമ്മൾ വിസ്മരിക്കുന്നില്ല. പക്ഷേ മിക്കവാറും ആളുകൾക്ക് അതിനുള്ള ഭാഗ്യമുണ്ട്. അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് നടക്കാം. പിന്നെ ജോലി അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു അരമണിക്കൂർ എക്സസൈസാണ്. വീട്ടിൽ മുറിയിൽ ചെയ്താൽ മതി. നമുക്ക് പുറത്ത് പോകണം നിർബന്ധമില്ല. ശുദ്ധമായി കിട്ടുന്ന മരങ്ങളൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ നല്ലത്. ഒരു 10 മിനിറ്റ് സ്റ്റേഷനറി ജോഗ് ചെയ്യുക, നമ്മൾ നിന്നെടുത്ത് നിന്നിട്ട് ഓടുക. രണ്ടാമതായിട്ടൊരു 10 മിനിറ്റ് മസ്കുലാർ എക്സസൈസ് ചെയ്യുക. എല്ലാ മസിൽസുകളും നമ്മളൊന്ന് ചലിപ്പിക്കുക, ഉപയോഗപ്പെടുത്തുക, ക്രമമായിട്ട് ഉപയോഗപ്പെടുത്തുക. അതാണ് മസ്കുലാർ എക്സസൈസ്. മൂന്നാമതായിട്ട് ഒരു 10 മിനിറ്റ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. ദീർഘശ്വാസം. നമ്മുടെ 70 ട്രില്യൺ സെൽസ് ഉണ്ട് നമുക്ക്. അതിൻ്റെയൊക്കെ ഫൈനൽ ന്യൂട്രീഷൻ ഓക്സിജനാണ്. ആ ഓക്സിജൻ സാധാരണ ഒരു ജീവിതക്രമത്തിൽ ചിലപ്പോൾ നമുക്ക് മതിയാകാതെ വരുന്നുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 10 മിനിറ്റ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് തലയിൽ നല്ല തണുത്ത വെള്ളം കൊണ്ട് കുളിക്കുക. അത് ഈ റേഡിയേറ്ററിൽ കൂളൻ്റ് ഒഴിക്കുന്ന എഫക്റ്റാണ്. കാരണം നമ്മൾ തല തണുപ്പിക്കുക, അന്നത്തെ സ്ട്രെസ്സ് അല്ലെങ്കിൽ അന്നത്തെ നമ്മുടെ ടെൻഷൻ എല്ലാം റിലീവ് ചെയ്യാൻ ഈ എക്സസൈസും ഈ കുളിയും ഉപകാരപ്പെടും. അത് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ പാട്ട് ഇഷ്ടമുള്ള ആളുകൾ അത് കേട്ട് സൈലൻ്റ് ആയിട്ടിരിക്കുക. അതൊരു കൈൻഡ് ഓഫ് മെഡിറ്റേഷനാണ്. നമ്മൾ സെറ്റിൽഡ് ആവുക. അപ്പോൾ ഈ ഒരു 3 പ്രവൃത്തി ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് അന്നത്തെ എല്ലാ സ്ട്രെസ്സിനെയും അഡ്രസ്സ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് ജോലി ചെയ്യണം. ജോലി ചെയ്യുമ്പോൾ സ്ട്രെസ് ഇല്ലാതിരിക്കില്ല, അല്ലെങ്കിൽ പഠിക്കുമ്പോൾ സ്ട്രെസ് ഇല്ലാതിരിക്കില്ല. ഹൈലി കോമ്പറ്റേറ്റീവ് ആണ് ഇന്നത്തെ എക്സാമിനേഷൻസും പഠന രീതികളൊക്കെ. പക്ഷെ അപ്പോൾ എല്ലാവർക്കും അവരവരുടെ കർമ്മ മേഖലയിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയായിട്ട് ഈ ഒരു സിസ്റ്റത്തിനെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര എഫക്റ്റീവായിട്ട് ഞാനിവിടെ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ദുബായ് പോലത്തെ വളരെയധികം തൊഴിൽ ചൂഷണം നടക്കുന്ന ഒരു മേഖലയാണ്. അതായത് നമുക്ക് ശമ്പളം തരുന്ന കമ്പനികൾ നമ്മളെ ശരിക്കും ഉപയോഗപ്പെടുത്തും, യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഡ്രെയിൻഡായിട്ട് വരുന്ന മനുഷ്യരെ ഒന്നുകൂടി ഒരു പുനർജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പ്രോഗ്രാം വളരെയധികം ഉപകാരപ്പെടാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക. ലോകത്ത് എല്ലാവർക്കും നന്മ വരട്ടെ എന്നുള്ള മനസ്സ് സൂക്ഷിക്കുക. ഭയമില്ലാതിരിക്കുക, ഡിസപ്പോയിൻമെൻ്റ് ഇല്ലാതിരിക്കുക, forgive, let it go എന്ന് എപ്പോഴും നമ്മളോട് തന്നെ പറയുക. വെറുപ്പ് പോലും നമ്മൾ ഉള്ളിൽ സൂക്ഷിക്കാതിരിക്കുക. വെറുപ്പ് നമ്മൾ സൂക്ഷിക്കുമ്പോൾ അത് ആരോടാണോ വെറുപ്പ് അയാൾക്കൊന്നും സംഭവിക്കില്ല.
നമുക്ക് തന്നെയാണ് അതിൻ്റെ പരിണത ഫലങ്ങൾ നമ്മുടെ ബോഡിയിലും മനസ്സിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ ഇത്തരം കാര്യങ്ങൾ സൂക്ഷിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് ഉണ്ടാവും. ഇമോഷണൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഭാവിയിൽ നിങ്ങൾ വലിയ സ്റ്റുഡൻസിനോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വലിയ ആളുകളാവുമ്പോൾ നേരിടേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നത് ഈ ഇമോഷണൽ ഹെൽത്താണ്. അപ്പോൾ അതിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഫിസിക്കലായിട്ടുള്ള എക്സസൈസ് ചെയ്യണം, മാനസിക ആരോഗ്യം സൂക്ഷിക്കണം. അങ്ങനെ നമ്മൾ ഇപ്പോൾ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാമാരിയിൽ നിന്ന് നമ്മൾ പുറത്തു കടക്കാൻ നമ്മുടെ ഇമോഷണൽ ഹെൽത്തിനുള്ള പ്രാധാന്യം നിങ്ങൾ മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യുകയും വേണം. അതിനോടൊപ്പം തന്നെ ഗവൺമെൻറ് പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് ഒരു റെസ്പോൺസിബിൾ സിറ്റിസണായിട്ട് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഇത് പകരാതിരിക്കാനും ഒക്കെ ശ്രമിച്ച് മാസ്കും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഒക്കെ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾ എത്ര കാലം നമുക്ക് അടച്ചിരിക്കാൻ പറ്റും? പക്ഷെ അതിന് ഗവൺമെൻറ്റിനെ നമ്മൾ സഹായിക്കണമെങ്കിൽ, സമൂഹത്തിനെ നമ്മൾ സഹായിക്കണമെങ്കിൽ നമ്മൾ ഈ ഇമോഷണൽ ഹെൽത്ത് കീപ്പ് ചെയ്യുകയും അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും മുന്നോട്ട് പോവുകയും തന്നെ വേണം. അപ്പം അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.